അല്ലെങ്കിൽ ഞാനൊരു വണ്ടിയെ കുറ്റം പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ നല്ല രീതിയിലുള്ള വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ട് ദയവേത് അത് പറയാതിരിക്കുക. പക്ഷേ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റ മിനിറ്റ് ഞാൻ കാണിച്ചു തരാം എന്താണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നത്തെ ഇൻട്രോ എങ്ങനെ എടുക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതായത് എനിക്ക് വേറെ കൂട്ടത്തിൽ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, RS200ൻ്റെ ചെറിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോറൂമിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വെള്ള ആലോയുടെയും കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എന്തോ ഡീഗ്രേഡ് ചെയ്തു, അതായത് വണ്ടിയെ ഷോറൂമിൽ കയറി കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതവർ പറഞ്ഞത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം, ചിലപ്പോൾ വണ്ടിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് രണ്ട് വ്യക്തത വരുത്തണം, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കാട്ടാക്കട, നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ്. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ. ജസ്റ്റ് ഇവനെ ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാര്യം പറയാം. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ഞാൻ RPM കട്ട് ചെയ്ത് വണ്ടി ഓട്ടിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം പുതിയ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കുന്നത് എന്താ പറയുക, ചെറ്റത്തരായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി ചെയ്യാത്തത്. പിന്നെ മെയിനായിട്ടും പറയാം, ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരിക്കലും RSനെ കുറ്റം പറയാം. കാര്യം നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പക്ക നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു ഡൈഹാർഡ് RS ഫാനാണ്. കാര്യം എന്താ പറയുക, എനിക്ക് വണ്ടി അത്രത്തോളം ഇഷ്ടമാണ്. കാര്യം അവൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെ എനിക്ക് ഒരു രക്ഷയില്ലാത്ത ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ നമ്മുടെ ഈ അതായത് ലെഗ് വയ്ക്കുന്ന രീതിയും എന്താ പറയുക, മൊത്തത്തിൽ എനിക്ക് വണ്ടി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ RSൻ്റെ കൂടുതൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നത്, എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും വണ്ടിയെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. എനിക്ക് ഒന്ന് രണ്ട് വിഷമം തോന്നി, വേറൊന്നുമല്ല. എനിക്ക് ഇതിൻ്റെ അലോയ് കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, കളർ മാറ്റി, അതായത് വെള്ള കളർ കയറ്റി കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോഴും പറയാൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് എൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരിക്കലും മുടയായിട്ടല്ല കേട്ടോ, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പം ചിലർക്ക് ഈ കളർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ബാക്ക് വീല് വെള്ള കളർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ള കളർ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മളെന്തായാലും ലൂബ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ ആ ലൂബ് നമ്മുടെ ഈ വെള്ള കളറിൽ, അതായത് നമ്മുടെ ആലോയിൽ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. കാര്യം വണ്ടി എന്തായാലും ലൂബ് ചെയ്തിട്ട് നമ്മൾ ഓടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൽ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ഇതാ അവിടെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, അത് സിമ്പിൾ കേസാണ്. അത്ര വലിയ കാര്യമായിട്ട് എടുക്കാനാണ്. നമ്മൾ അതൊന്ന് പെട്രോളോ ഡീസലോ ഉപയോഗിച്ച് അതിനൊന്ന് കഴിയാനും നമുക്കതൊന്ന് മാറ്റാനുള്ളേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റ മിനിറ്റ് ഞാൻ കാണിച്ചു തരാം എന്താണ്. ഇത് കണ്ടോ, ഇത് നല്ല രീതിയിലുള്ള ഗ്ലേസിംഗ് ആണ് ഈ സാധനം. പക്ഷേ ഇത് അങ്ങനെയല്ല. അതായത് ഇത് എന്താ പറയുക, ഹാർഡായിട്ടുള്ള സ്ഥലമാണ്. ഹാർഡെന്ന് പറഞ്ഞാൽ ചെറിയൊരു നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ അറിയൊരു പിരുവരുപ്പ്. അപ്പോൾ നമ്മളത് വൃത്തിയാക്കുമ്പോൾ പോലും ആ സാധനത്തിൽ അതങ്ങനെ കാണും. അതുകൊണ്ടാണ് ഞാൻ തീരെ അങ്ങനെ പറഞ്ഞത്. അപ്പം ചെറിയൊരു പ്രശ്നം അതിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഒരിക്കലും RSനെ ഞാൻ കുറ്റം പറയുകയോ. ഇപ്പോഴും ഞാൻ എടുത്തു പറയാം, RS200 എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും, അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ NS, RS, പിന്നെ നമ്മുടെ ഡ്യൂക്ക് 200 ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഡ്യൂക്ക് 200, 250 ഇതെല്ലാം ഞാൻ അങ്ങനെ ഒരു ആളാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു വണ്ടി എടുത്ത് വെച്ചിട്ട് കുറ്റം പറയാം. പക്ഷേ ബജാജ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവനും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവനും അലോയി ബ്ലാക്ക് ആക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് സംഭവം. അല്ലാതെ ഞാൻ ഒരിക്കലും ഡീഗ്രേഡ് ഇല്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ പെട്രോൾ അടിച്ചു. ഇനി ഒന്ന് രണ്ട് കാര്യം പറയാം കേട്ടോ. ഇതിൻ്റെ മോഡിഫിക്കേഷൻ്റെ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക, പൈസ ഉണ്ടെങ്കിൽ ചെയ്യുക. അല്ലാതെ നമ്മൾ ആരുടെയും വാക്കൊന്നും കേൾക്കാൻ വേണ്ടി നിൽക്കണമെന്ന് ഞാൻ പറയില്ല. പിന്നെ MBD ഒക്കെ സീനാണ്, നമുക്കറിയാം. പിന്നെ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ചിലർ കണ്ടിട്ടുണ്ട്, ഈ ടെയിൽ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റും. പിന്നെ ഈ ഹഗ്ഗർ വെച്ചേക്കുക, ഹഗ്ഗർ മാക്സിമം നിങ്ങൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് വിട്ടാലും വലിയ സീന് വരാനിട്ടില്ല. കാര്യം ബാക്കിൽ നിന്ന് വരുന്ന ഒരാളിന് വേറെ ബുദ്ധിമുട്ട് തോന്നരുത്, അതാണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും മോഡിഫിക്കേഷൻ മാന്യമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭംഗിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മെയിനായിട്ടും പറയാം, എനിക്ക് ഈ ഒരു വിൻ വൈസറും
പിന്നെ ഈ രണ്ട് സൈഡ് മിറർ ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി മാറ്റി വേറെ ഒന്ന് കയറ്റി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അത്യാവശ്യം 220 വണ്ടി നമ്മളെ പയ്യന്മാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. കാര്യം ഇത് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. എനിക്ക് വണ്ടിയിൽ എന്തെങ്കിലും ഒരു ഡീഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം പറയണമെങ്കിൽ ഈ ഒരു 2 ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ഒന്ന് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ വേറെ കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ 220 എന്തെങ്കിലും വാങ്ങിച്ചത്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് വിൻ വൈസറൊക്കെ നല്ല രീതിക്ക് നല്ല ഭംഗിയുള്ള വൈസർ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരു കാര്യം പറയാം, എനിക്കത് പറയണം തോന്നി കേട്ടോ. ഇവരെ ഈ ഗിയർ ഇൻഡിക്കേഷൻ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒരു ഗിയർ ഇൻഡിക്കേഷനും അല്ലെങ്കിൽ അത് വേണ്ട പോട്ടെ, ഈ സ്ലിപ്പർ ക്ലച്ച് ഒന്ന് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നെനിക്ക് തോന്നിയതിൻ്റെ കാര്യം വേറൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പിന്നെ വണ്ടി ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വണ്ടി ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ ഞാൻ ഓടിച്ചു. പക്ഷേ B6 വേറെ വണ്ടി ഓടിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ RPM-ൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ശോകമാണ്. ശോകം എന്ന് പറഞ്ഞാൽ എനിക്ക് RPM അത്ര, അതായത് ആ ഒരു സൗണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. RPM കട്ട് ചെയ്യുന്ന ആ സൗണ്ടില്ലേ. അപ്പം കഴിഞ്ഞ വണ്ടിയൊക്കെ, അതായത് BS4 B3 ഒക്കെ വണ്ടി ഓടിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് അറിയാം RPM കട്ടാവുന്ന ആ സൗണ്ട്. ഇത് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. കാര്യം RPM കട്ട് ചെയ്യുന്ന ഒരു പയ്യനല്ല അവൻ. ഓക്കെ, എനിക്കും വലിയ താല്പര്യമില്ല പുതിയ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ട്രിപ്പിൾസൊക്കെ വയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം ടാങ്ക് പാഡ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റി മുഖ്യം ബിഗിലെ. ഓക്കെ, ജസ്റ്റ് എൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് നേരെ പറയാൻ എനിക്ക് ഒരു സീറ്റിംഗ് പൊസിഷൻ നല്ല രീതിയിൽ ഇഷ്ടമാണ്. അതാണ് ഞാൻ ഈ RS കൂടുതൽ സ്നേഹിക്കുന്ന കാര്യം എന്ന് പറയാം. പിന്നെ അത്യാവശ്യം റെസ്റ്റ്, അതായത് നമുക്ക് ഹാൻഡ് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഇനി എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് കൊണ്ടു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യം ഉള്ളവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് വണ്ടിയെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ഒരുത്തനോട് പോയി ചോദിക്കരുത്. അതായത് വണ്ടി ഓടിച്ചിട്ടില്ലാത്തവനോട് ഒരിക്കലും പോയി നിങ്ങളുടെ അഭിപ്രായം ചോദിക്കരുത്. ഓക്കെ, അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, അവന്മാർ വെറുതെ ഏതെങ്കിലും ഒരു വണ്ടിയെ കുറ്റം പറയാൻ അല്ലെങ്കിൽ ആ ഒരു ടോണായിരിക്കും അവന്മാർക്ക്. അതായത് വണ്ടി ഇഷ്ടപ്പെടുന്നവനോട് പോയി ചോദിക്കുക, ചേട്ടാ വണ്ടി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, വണ്ടി ഓക്കെ ആണോ എന്നൊക്കെ അവരോട് പോയി ചോദിക്കുക. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഒരുത്തനോട് ചോദിക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ചെന്ന് ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ വണ്ടി ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ഓടിക്കുക. 1 തവണ 2 തവണ നിങ്ങൾക്ക് ഓടിക്കാൻ എന്തായാലും കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക, ഷോറൂമിൽ പോയി വണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മൈലേജ് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 45 മാക്സിമം നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടിയിൽ കിട്ടും. അതായത് RPM കട്ട് ചെയ്യാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉറപ്പാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി നിൽക്കും. കാര്യം RPM കട്ട് ചെയ്യാതെ വണ്ടി ഓടിക്കുന്ന ആൾക്കാണെങ്കിൽ കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ ദയവ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ദയവ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന, അതായത് നമ്മുടെ പയ്യന്മാർ സെറ്റ് മാത്രമല്ല, എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ബൈക്ക് ഓടിക്കുന്നവരാണ് ഈ ഹെൽമെറ്റ് വെച്ച് മാത്രം വണ്ടി ഓടിക്കുക. കാര്യം ഞാൻ 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയുന്നത് എന്താണെന്ന്. കാര്യം വേറൊന്നുമല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചെന്ന കൂട്ടുകാരനാണ് നമ്മുടെ ഒരു ചേട്ടനാണ് മരിച്ചു പോയത്. അപ്പോൾ അത് അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ, അന്നത്തെ അവർ ആ വീട്ടിലുള്ള ആ ഒരു സിറ്റുവേഷൻ ഞാൻ ശരിക്കും ഒന്ന് അനുഭവിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീരെ പറയുന്നത്, ദയവേത് ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുക. പിന്നെ വരാനുള്ളത് എന്തായാലും വരും. അതിൻ്റെ ഇപ്പോൾ എത്ര പിടിച്ചെടുത്തിയാലും ശരി തന്നെ വരാനുള്ളത് എന്തായാലും വരും. അപ്പോൾ നമ്മൾ നോക്കുക, ദയവേത് ഹെൽമെറ്റ് വെച്ച് മാത്രം വണ്ടി ഓടിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ, ചിലരുടെ ചോദ്യം അതാണ്, ചേട്ടാ ഇത് ടൂറിങ്ങിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് റൈഡ് ഓക്കെ ആണോ, അതായത് നമുക്ക് സിറ്റി റൈഡിന് ഓക്കെ ആണോ എന്ന് ചോദിക്കും. അതിൽ 100% ഞാൻ ഓക്കെ എന്ന് പറയും. കാര്യം വേറൊന്നുമല്ല, ടൂറിങ് പർപ്പസിനാണ് നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ഒരു ജെൽ ബാഗ്, ചെറുതായിട്ടൊന്ന് ജെൽ ബാഗ് വാങ്ങിച്ചില്ല. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപയായിട്ട് ആവത്തുള്ളൂ, 2000-3000 ആവത്തുള്ളൂ ഒരു ജെൽ ബാഗ്. ജെൽ ബാഗ് എന്ന് പറഞ്ഞാൽ ജെൽ സീറ്റ് വാങ്ങിച്ചിടുക. ജെൽ സീറ്റ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് സുഖമായിട്ട് അടിക്കാന്നുള്ളതേ ഉള്ളൂ. അതായത് അത്യാവശ്യം എൻ്റെ അത്രയും സൈസുള്ള ഒരാൾക്കാണെങ്കിൽ അത്യാവശ്യം ബട്ടക്സ് നല്ല രീതിയിൽ വേദനിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം സീറ്റ് അത്യാവശ്യം കുഷൻ ആക്കിയിട്ടുണ്ട്. നമ്മളെ BS4 ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ B6 അത്യാവശ്യം കുഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് കാര്യത്തിൽ എന്തായാലും പക്കയായിട്ടുണ്ട്. വേറെ കുറ്റവും കാര്യങ്ങളൊന്നും പറയാനിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നേരത്തെ പറഞ്ഞാൽ ഈ 2 ഗ്ലാസ്സുകളൊക്കെ മാറ്റുക കേട്ടോ. മാറ്റിയിട്ട് ഗ്ലാസ് ഇല്ലാതെ വണ്ടി ഓടിക്കാനല്ല, ഗ്ലാസ് വെച്ച് തന്നെ വണ്ടി ഓടിക്കുക. അതായത് വേറെ ഗ്ലാസ് വാങ്ങിച്ച് വയ്ക്കുക. അതായത് ഒരു 220-യുടെയോ അതെ. പിന്നെ ഈ ഒരു ഹോൺ ഉണ്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഹോൺ മാറ്റുക. പൾസർ 220-യുടെ ഒക്കെ കിട്ടും, അതൊന്ന് വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു 90% ഓക്കെയാണ്. അതായത് നമ്മുടെ ബ്രാക്കിൻ്റെ ABS ആക്കിയിട്ടുണ്ട്, ഡ്യുവൽ ചാനൽ ABS ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രാക്ക് ഒരു
ബാക്കെന്നല്ല, മൊത്തത്തിൽ ഒരു 90% എനിക്ക് ഓക്കെയാണ്. വേറെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതും ഡിഗ്രേഡ് ചെയ്യുന്നതല്ല, ദൈവം അങ്ങനെ വിചാരിക്കില്ല. കാരണം ഞാൻ ബൈക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെന്തെങ്കിലും അല്ലെങ്കിൽ ഞാനൊരു വണ്ടിയെ കുറ്റം പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ നല്ല രീതിയിലുള്ള വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ട് ദൈവം അത് പറയാതിരിക്കുക. ഞാൻ 1-2 അതായത് എനിക്ക് തോന്നുന്ന സജഷൻസ് മാത്രമാണ് പറഞ്ഞത്, അല്ല ഞാൻ ഒരു ബൈക്കുകളും ഞാൻ കുറ്റം പറയാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ടൂറിംഗ് പർപ്പസിന് വെച്ച് നോക്കുമ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഒരു ജെൽ സീറ്റ് വാങ്ങിച്ചിടുക, വേറൊന്നുമില്ല. പിന്നെ എടുക്കാൻ താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ, അതായത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഏത് വണ്ടി എടുക്കണം. അതിപ്പോൾ RS ആയാലും ശരി, 220 ആയിരുന്നാലും ശരി, NS ആയിരുന്നാലും ശരി, അതേസമയം ഡ്യൂക്ക് ആയിരുന്നാലും ശരി, 200 KTM-ൻ്റെ ഏതായിരുന്നാലും ശരി, RC ആയിരുന്നാലും ശരി, ഇനി ബുള്ളറ്റ് ആയാലും ശരി, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കുക. വണ്ടി ഓടിച്ചു നോക്കിയിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ ഇഷ്ടപ്പെടുന്ന വണ്ടിയെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വാക്ക് കേൾക്കാതിരിക്കുക. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം. ദയവേത് മറ്റൊരാളുടെ വാക്ക് കേൾക്കാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഏത് വണ്ടി എടുക്കണമെന്നുള്ളത്. പിന്നെ ഞാൻ ആളപ്പാടെ ഞാൻ RS-ൽ നമ്മുടെ BS6-ൽ ഒറ്റ കുറ്റം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറ്റം എന്ന് പറഞ്ഞാൽ ഈ 2 ഗ്ലാസ് എനിക്ക് ഇഷ്ടമല്ല, അത് പണ്ടേ ഇഷ്ടമല്ല. പക്ഷേ BS6-ൽ ഞാൻ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല, ആ ഒരു കളറിൻ്റെ കേസ് വേറൊന്നുമല്ല. നിങ്ങൾ ഓയിൽ മാറുന്നവർ അല്ലെങ്കിൽ നമ്മുടെ തെറ്റിപ്പോയി ഓയിലല്ല ചെയിൻ ലൂബ് ചെയ്യുന്നവർക്ക് എന്തായാലും പക്കയായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ബ്ലാക്ക് ആക്കാം എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഓണർ അവനും പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവനും ബ്ലാക്ക് ആക്കുന്നതെന്നുള്ളത്. ജസ്റ്റ് നമുക്ക് എന്നാലും ഞാൻ ഇപ്പോൾ അവൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് എൻ്റെ കേസ് വെച്ച് ചോദിക്കാം. അപ്പോൾ അവൻ തന്നെ പറയും കേട്ടോ, അവൻ തന്നെ പറയും. ഞാൻ പറഞ്ഞെന്തായാലും അതൊരു ഇഷ്യൂ ആക്കണില്ല. ഓക്കെ, അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ദൈവമേ അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് എടുക്കുക. പിന്നെ കറക്റ്റ് സമയത്ത് ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വണ്ടിയെപ്പറ്റി എന്തായാലും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബജാജ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. അതായത് നമുക്ക് സ്പെയർ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മാറാൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള തുക മാത്രമേ ഉള്ളൂ നമ്മുടെ ബജാജിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ വണ്ടി സൂക്ഷിക്കും പോലെ ഇരിക്കും. ഓക്കെ, അല്ലാതെ വണ്ടി എടുത്ത് വെച്ചിട്ട് അത് അതുപോലെ ഇതുപോരാന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതാണ്, ഇത് അഭിരാജ്. എടാ പേരെന്ന് പറയുന്ന പേര് ഞാൻ വീണ്ടും വിട്ടു, രാകേഷ്. എടാ ഞാൻ ഇതിൻ്റെ ചോദിച്ചതല്ലേ, ഇതിൻ്റെ അലയുടെ കളറ് പിന്നെ ചേസിൻ്റെ കളറ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് സംഭവം പറയണം. നീ എന്തായാലും മാറ്റാൻ പോയല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണ് അവർ പറഞ്ഞത്? 5-6 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എന്തായാലും സാധനം മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. കളർ ബ്ലാക്ക് ആണല്ലോ ആകാൻ പോണം. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല, മോഡിഫൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക, മാന്യമായി ചെയ്യുക. പിന്നെ ടൈൻ ലാമ്പ് കാര്യങ്ങൾ ഈ ഒരു ഹഗ്ഗർ വെച്ചേക്കുക, ഇതിളക്കി മാറ്റാനും വലിയ കുഴപ്പമില്ല. നിൻ്റെ അടുത്തല്ല കേട്ടോ, ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിനക്കിഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നതിന് ദയവായി നിങ്ങളുടെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായും കാണാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.